السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും പീരിയഡിനെപ്പറ്റി, ഹൈദിനെപ്പറ്റി തന്നെയാണ്. അതായത് അല്ലാഹു തആല പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് നിഅമത്തുകൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഉദാഹരണത്തിന് ഈ പീരിയഡ് തന്നെയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ ലോഞ്ചിവിറ്റിയുടെ എക്സ്പെർട്ട്. അതായത് ഇവിടെ എത്ര കാലം നമുക്ക് കൂടുതലായിട്ട് ജീവിക്കാൻ പറ്റും, ലൈഫ് സ്പാൻ എങ്ങനെ കൂട്ടാൻ പറ്റും എന്നതിനെപ്പറ്റി ഗവേഷണം ചെയ്യുന്ന ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഹാർട്ടിന്റെ രോഗങ്ങളും സ്ട്രോക്കുകളും അതേപോലെ തന്നെ ആൽസിമേഴ്സിന്റെ രോഗങ്ങളൊക്കെ കുറവാണ്. കാരണം അവരുടെ ഈ പീരിയഡിന്റെ സമയത്തുള്ള ആ രക്തപ്രവാഹത്തിലൂടെ ഇരുമ്പിന്റെ എക്സസീവായ അധികമുള്ള സത്തുകളൊക്കെ പുറത്തു പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ റീപ്രൊഡക്ഷൻ സിസ്റ്റമിലുള്ള ബാക്ടീരിയകളൊക്കെ അത് പുറത്തു പോകുന്നത് കൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ കുറവാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതലാണ് ആയുസ് എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ അമേരിക്കയിലെ ഒരു വളരെ വിദഗ്ധയായ ഡോക്ടർ ഭയങ്കരം വലിയ ഒരു ഡോക്ടറാണ്, ഡോക്ടർ ലോറി ഗ്രോസ്മാൻ. അവിടത്തെ മെഡിസിന്റെയും ഹ്യൂമനിസ്റ്റിക്കിന്റെയും ആ ഡിപ്പാർട്ട്മെന്റിലെ ചീഫാണ് അവര് പറയുന്നു, ഇതൊരു ബ്ലഡ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഒരുപാട് ഹിന്റ്സുകൾ തരുന്നുണ്ട് രോഗങ്ങളെ തടയാൻ വേണ്ടി. അതായത് ആ രക്തത്തിന്റെ കളറുകള്, അതിന്റെ ഗന്ധങ്ങള്, അതിന്റെ മണങ്ങള്, അതിന്റെ ഘടന, സ്ട്രക്ചറുകൾ, ഇതൊക്കെ ഈ സ്ത്രീക്ക് പലജാതി രോഗങ്ങൾ ഉണ്ട് എന്നും അതേപോലെ തന്നെ ആരോഗ്യങ്ങൾ ഉണ്ട് എന്നും അവരുടെ ഹോർമോണുകൾ നന്നായി പ്രവർത്തിക്കുന്നു എന്നും സൂചിപ്പിക്കുന്നു. അതുമൂലം അറിയാൻ പറ്റും. ഈ കളറുകളെ പറ്റി ഫുഖഹാ ധാരാളം ചർച്ച ചെയ്തിട്ടും ഉണ്ട്. കളറുകളെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ക്ലാസുകൾ നീളും. അതേപോലെ തന്നെ അതിന്റെ മണങ്ങൾ വ്യത്യസ്ത മണങ്ങളും വ്യത്യസ്ത കളറുകളുമാണ്. അത് ഓരോന്നും ചിലത് പല രോഗങ്ങളെ ചൂണ്ടുന്നു, ചിലത് ആരോഗ്യമുണ്ട് എന്നുള്ള കാര്യത്തെ ചൂണ്ടുന്നുണ്ട്. പിന്നെ റെഗുലറായിട്ടുള്ള ഈ പീരിയഡ് കറക്റ്റായിട്ട് ആ സമയത്ത് വരുന്നു, ആ സമയത്ത് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ വിദഗ്ധർ പറയുന്നത് അവരുടെ ഹോർമോൺസുകളെല്ലാം വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ല, ഹോർമോൺസുകൾ ബാലൻസിലാണ് എന്നാണ് ഇത് അറിയിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പീരിയഡ്, ഈ സമയം അവരുടെ മൂഡുകളെ, അവരുടെ അപ്പീരിയൻസുകളെ, അവരുടെ ഷക്കിലുകൾ, ആ രൂപങ്ങളെയും അവരുടെ മനസ്സിന്റെ ആ സ്ഥിതിയെയും അത് നന്നാക്കുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അത്ര വിഷമങ്ങളോ ക്ലേശങ്ങളോ മനസ്സിന് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ശരീരത്തിൽ മാറ്റങ്ങൾ കാണുന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നിട്ട് വിദഗ്ധർ പറഞ്ഞു, ഇതൊരു നാച്ചുറൽ ക്ലീൻഷറാണ്, ശരിയായ പ്രകൃതിദത്തമായ ഒരു ശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞാല് അവരുടെ റീപ്രൊഡക്ഷൻ സിസ്റ്റമിലുള്ള ഒരുപാട് ബാക്ടീരിയകളെ അത് പുറത്ത് കൊണ്ടുവരുന്നു.
എന്ന് മാത്രമല്ല, എക്സസ് ആയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികമുള്ള അയണിന്റെ അംശങ്ങളെയൊക്കെ അത് പുറത്തു കൊണ്ടുവരുന്നു. അതുമൂലം അവർക്ക് ഒരുപാട് ആരോഗ്യങ്ങൾ ലഭിക്കുന്നു എന്ന് ഈ വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചിലര് ഈ പീരിയഡിന്റെ സമയം നീണ്ടു കിട്ടാനോ അതിനെ കുറച്ച് നീട്ടാനോ വേണ്ടിയിട്ട് പിൽസുകൾ, ഗുളികകൾ വാങ്ങി കഴിക്കുന്നുണ്ട്. അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകും. അതായത് അവരുടെ ബോൺസുകൾ, എല്ലുകള് ഡെവലപ്പ് ആകൂല. അതേപോലെ തന്നെ വേറെയും ചില ഓർഗനുകൾ ഡെവലപ്പ് ആകൂല എന്ന് മാത്രമല്ല സന്താന ഉൽപ്പത്തികൾ, സന്താനമില്ലായ്മ ഉണ്ടാകും എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവരുടെ ഫ്രസ്ട്രേഷനെ ഇത് റിലീസ് ചെയ്യുന്നു. ദേഷ്യം, കോപം, നൈരാശ്യം ഇവയൊക്കെ അത് ഇല്ലാണ്ടാക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സ്ത്രീകൾക്ക് അല്ലാഹു തആല ഇതുമൂലം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ചിലപ്പോ ആ സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും വേദനകളും സങ്കോചങ്ങളും വയറ്റിന്റെ അകത്തുള്ള ചിലപ്പോ വിചാരിക്കാൻ സാധ്യതയുണ്ട് ഇതെന്തൊരു ബുദ്ധിമുട്ടാണ് എന്ന്. സത്യത്തിൽ അത് ബുദ്ധിമുട്ടല്ല, അള്ളാഹു ചെയ്ത ഒരു വലിയ നിഅമത്താണ്. അതുമൂലം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് സുഖങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് ധാരാളം നമ്മുടെ മനസ്സിനും ശരീരത്തിനും, അതായത് സ്ത്രീകളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ആരോഗ്യങ്ങളും കിട്ടുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹു തആല പല നിഅമത്തുകൾ അവരുടെ ശരീരത്തിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ വ്യത്യസ്തമായ കളറുകളുണ്ട്, അതേപോലെ തന്നെ അതിന്റെ ഘടനകളുണ്ട്, അതിന്റെ ഒഡോറുകൾ, അതായത് മണങ്ങളുണ്ട്. ഇതൊക്കെ പല വിഷയത്തെപ്പറ്റിയും ചൂണ്ടുന്നുണ്ട്. അല്ലാഹു തആല ഏത് രോഗം വരുമ്പോഴേക്കും അതിന്റെ ഒരു അടയാളം മുമ്പ് തന്നെ കാണിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാം. അതേപോലെ ഇത് രോഗമല്ല എങ്കിലും ഇതുമൂലം പല വിഷയങ്ങളിലും നമുക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അല്ലാഹു തആല ഇങ്ങനെയുള്ള അറിവുകൾ ധാരാളം നമുക്ക് പഠിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തആല ലോക ജനതക്ക് ശാന്തി എന്നെന്നും ശാന്തിയിലായിട്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.